കനേഡിയൻ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ എല്ലാവിധ ആവശ്യങ്ങൾക്കും റിയൽറ്റർ അശ്വതി നിലമനയുടെ ഓഫീസുമായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാം. ഹായ് ഗായ്സ്, ഹൈവേ ലോക്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത് നമ്മുടെ ട്രക്കും ട്രെയിലറും ഒക്കെ വാഷ് ചെയ്യുന്നതിൻ്റെ പരിപാടികളാണ്. സാധാരണ ഇതിൽ നമ്മുടെ കമ്പനി ട്രക്ക് വാഷ് എടുക്കുന്നത് ബ്ലൂ ബീക്കൺ ട്രക്ക് വാഷ് എന്ന് പറയുന്ന ഇപ്പം നമ്മുടെ ലവ്സൊക്കെ പോലെ ചെയിനായിട്ടുള്ള ബ്രാൻഡുകളുണ്ടല്ലോ, അതുപോലെ ഈ ബ്ലൂ ബീക്കൺ എന്ന് പറയുന്ന ട്രക്ക് വാഷിൻ്റെ പരിപാടി ഓൾ ഓവർ കാനഡ ആൻഡ് USA ഉള്ള ഒരു ട്രക്ക് വാഷിൻ്റെ ഫെസിലിറ്റിയാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും ട്രക്ക് വാഷിൽ നമ്മൾ ചെയ്യേണ്ട ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ കിടക്കേണ്ടിരുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് US സോൾട്ട് ലേക്ക് സിറ്റി എന്ന് പറയുന്ന ഒരു ടൗണിലാണ് കേട്ടോ. ഈ സോൾട്ട് ലേക്ക് സിറ്റിയിലായിരുന്നു നമ്മുടെ ഡെലിവറിയും കാര്യങ്ങളും എല്ലാം. ഡെലിവറി എല്ലാം കഴിഞ്ഞിട്ട് അടുത്ത് പിക്കപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുവാണ്. അപ്പം പിക്കപ്പ് എടുക്കാൻ വെയിറ്റ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഗ്യാപ്പിലാണ് നമ്മളെന്നാൽ ട്രക്ക് വാഷ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. നമ്മുടെ ട്രക്കാണെങ്കിൽ ഭയങ്കര ഡേർട്ടിയാണ്. തന്നെയല്ല, ഇനിയിപ്പോൾ വിൻ്റർ സീസൺ തുടങ്ങാനും പോകല്ലേ. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ട്രക്കൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് വാഷ് ചെയ്ത്, കാരണം ട്രക്ക് വാഷ് ഒന്ന് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടല്ലോ മിനിമം ഏകദേശം ഒരു മണിക്കൂറെങ്കിലും എടുക്കും. നിങ്ങൾക്ക് കാണാവുന്ന പോലെ ട്രക്ക് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമ്മാതിരി ക്യൂവാണ്. ഈ കാണുന്ന ആ ഒരു നീലയും പച്ചയും കളർന്ന കളറുണ്ടല്ലോ, ഇതാണ് ഈ ബ്ലൂ ബീക്കൺ ട്രക്ക് വാഷിൻ്റെ ഒരു ആസ്ഥാന കളറ്. എന്തായാലും ട്രക്ക് വാഷിന് ഒരു ഫയർ എഞ്ചിനും വന്ന് കിടപ്പുണ്ട് കേട്ടോ. അവരുടെ അകം മുഴുവൻ വെള്ളമാണെങ്കിലും പുറമേ നിന്ന് കഴിയാൻ വേണ്ടിയിട്ട് അവർ ട്രക്ക് വാഷിലാണ് വരുന്നത്. എല്ലായിടത്തും പോയി അയറിനെ ആലോചിച്ച് നോക്കിക്കേ, അമ്മാർ അതിൻ്റെ അകത്ത് വെള്ളം നിറച്ച് എല്ലായിടത്തും പോയി മുറ്റ് വെള്ളടിയാ. എന്നാൽ അവരുടെ വണ്ടി കഴിയണമെങ്കിൽ അവർ ട്രക്ക് വാഷിന് വരണം. ആ ഡ്രൈവ് WFX ഇല്ലേ, അതിൻ്റെ പെയിന്റ് പൊളിഞ്ഞിരിക്കണോ? അതിന് അങ്ങനെ പൊളിഞ്ഞിരിക്കണം, സാധാരണ അങ്ങനെ പൊളിയാത്തല്ലേ. രണ്ടാമത് റീപെയിന്റ് ചെയ്തായിരിക്കും ചിലപ്പോൾ. ഒറിജിനൽ പെയിന്റ് ആയിരിക്കില്ല അല്ലേ, ഇത് റീപെയിന്റ് ചെയ്താൽ പറ്റിച്ചു. മറ്റേ വണ്ടി ആക്സിഡന്റ് ഒക്കെ ഉണ്ടായിട്ട് റീപെയിന്റ് ചെയ്തായിരിക്കും. അപ്പോൾ സാധാരണ അതിൽ നമ്മുടെ ട്രക്ക് വാഷ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനെ പല കാറ്റഗറി ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ. അതായത് ഇപ്പോൾ നമ്മുടെ ട്രെയിലർ നമുക്ക് സെപ്പറേറ്റ് ബോഡിയല്ലേ, അപ്പോൾ ട്രക്ക് മാത്രമായിട്ട് വേണം വാഷ് ചെയ്യാം, ട്രെയിലർ മാത്രമായിട്ട് വേണം വാഷ് ചെയ്യാം, ട്രെയിലറിൻ്റെ അകം മാത്രമായിട്ട് വേണം വാഷ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ എടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രക്ക് വാഷ്, ട്രെയിലർ വാഷ് അണ്ടർ ദ ക്യാരേജ്, അതായത് വണ്ടിയുടെ അടിയും കൂടെ ക്ലീൻ ചെയ്യുന്ന പരിപാടി, കൂടാതെ നമ്മുടെ എൻജിൻ ബേയും കൂടെ ബോണറ്റൊക്കെ തുറന്ന് അതും കൂടെ ക്ലീൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ് നമ്മളെടുക്കുന്നത്. ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വേണം എടുക്കാം, അല്ലെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ചും നമുക്ക് എടുക്കാവേ. നമ്മളാണ് വണ്ടി ക്ലീൻ ചെയ്തിട്ട് കുറേ നാളായി, അപ്പോൾ അതുകൊണ്ടാണ് നല്ല ഡേർട്ടിയാണ്. Truck, trailer, engine room, and do you have undercarriage wash? Yeah. No. അങ്ങനെ വേണ്ട, നമ്മളും ട്രക്ക് വാഷിൻ്റെ ബേയിലേക്ക് കയറിയിരിക്കുകയാണ്. ഒരറ്റം മുതൽ വാഷിങ് തുടങ്ങി കേട്ടോ. നമ്മുടെ വണ്ടിയുടെ വാഷിങ്ങും പരിപാടികളും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം പുറത്ത് ട്രക്ക് വാഷ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ ഓഫീസിൻ്റെ അകത്ത് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന കേട്ടോ. നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ അതേണ്ട ടി ചെക്ക് എന്ന് പറയുന്ന ഒരു ഫോമിൽ കൂടെയാണ്. ഈ ടി ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുൾ ഫോം ട്രാവൽ ചെക്ക് എന്നാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ട്രക്കേഴ്സും ട്രാവലേഴ്സിനും ഒക്കെ ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു പരിപാടിയാണ്. വേറൊന്നുമല്ല, നമ്മളിങ്ങനെയുള്ള യാത്രകളിൽ ക്യാഷ് കൊണ്ടു നടന്നു കഴിഞ്ഞാൽ നമ്മളെ ഇപ്പം കള്ളന്മാർ വരാനും കൊള്ളയടിച്ചുകൊണ്ട് പോകാനുള്ള സാധ്യതകളൊക്കെ ഭയങ്കര ഇതല്ലേ. അപ്പോൾ ഇതൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ക്യാഷ് ഇല്ലാതെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം.
ഇതാകുമ്പോഴത്തേക്ക് നമ്മൾ എത്ര എമൗണ്ടാണ് ഇവിടെ പേ ചെയ്യേണ്ടതെന്നുള്ള ആ എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ എമൗണ്ട് നമുക്ക് കമ്പനിയിലേക്ക് അയച്ചു കൊടുക്കുകയും ആ എമൗണ്ടിന് അനുസൃതമായിട്ടുള്ള ഒരു ടീച്ചക്കിൻ്റെ കമ്പനിയായിട്ട്, അതായത് ടീച്ചക്ക് ഒരു തേർഡ് പാർട്ടി പോലെ, മനസ്സിലായോ? അവർ ആ ഒരു എമൗണ്ട് റേസ് ചെയ്തിട്ട് ഒരു പിൻ നമ്പർ 16 ഡിജിറ്റുള്ള ഒരു പിൻ നമ്പർ നമുക്ക് അയച്ചു തരും. അപ്പോൾ ആ പിൻ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ ഈ കൃത്യമായിട്ടുള്ള, ഇപ്പോൾ ഇൻക്ലൂഡിങ് സെൻസ്, ആ കൃത്യമായിട്ടുള്ള എമൗണ്ടിനുള്ള ടീച്ചക്കായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ എമൗണ്ട് നമ്മളിവിടെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഇവർ ഈ കൺഫർമേഷൻ നമ്പർ ടീച്ചക്കിൻ്റെ കമ്പനീനെ വിളിച്ചിട്ട് പറയും. പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആവും. അതാണ് ഇതിൻ്റെ ഒരു രീതി കേട്ടോ. ഇതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയൊക്കെ നമ്മുടെ വ്ളോഗ് നമ്പർ ഏതാണെന്നുള്ളത് ഞാൻ മറന്നുപോയി. അത് നമ്മുടെ വീഡിയോയ്ക്ക് എത്തിയാൻ കൊടുത്തേക്കാം. ഇതിന് മുമ്പ് നമ്മളൊരു ട്രക്ക് വാഷ് കയറ്റാൻ നേരത്തെ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പഴയ വീഡിയോ ഒന്നും കാണാത്തവരും പിന്നെ പുതിയതായിട്ട് ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർക്കും വേണ്ടിയിട്ടുമൊക്കെയാണ്. കാരണം റീസെൻ്റ്ലി നമ്മളിപ്പോൾ 25K കടന്നല്ലോ. അപ്പം കുറേ പേര് നമ്മുടെ ആ പഴയ വീഡിയോ കാണാത്തവരുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ താല്പര്യമുള്ളവർ ആ വ്ളോഗ് പോയി കാണണേ. നമ്മുടെ അർജുൻ ഭായ് പുറത്ത് നിന്നുകൊണ്ട് ട്രക്ക് വാഷ് എല്ലാം ഓക്കെ അല്ല എന്നൊക്കെ സൂപ്പർവൈസൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇതാണ് ഈ ഒരു ഓഫീസിൻ്റെ ഇൻസൈഡ് കേട്ടോ. കുറച്ച് വെൻഡിങ് മെഷീനും പരിപാടികളൊക്കെ ആയിട്ട്. പുറത്തെ നമ്മുടെ വാഷ് കഴിഞ്ഞെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷേ പേയ്മെൻറ്റ് ടീച്ചക്ക് നമ്മൾ അയച്ചു കൊടുത്തത്, പേയ്മെൻറ്റിനുള്ള ടീച്ചക്കിൻ്റെ ഇത് അയച്ചു കൊടുത്തത് നമുക്ക് കോഡ് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കോഡ് കിട്ടി നമുക്ക് പേയ്മെൻറ്റ് ചെയ്തിട്ട് പുറത്ത് പോയിട്ട് ട്രക്ക് കഴുകിയത് എങ്ങനെ ഉണ്ടെന്നുള്ള സെറ്റപ്പൊക്കെ നമുക്ക് നോക്കാവേ. ഇപ്പം ഈ ഒരു ചില്ലിൻ്റെ അകത്തുനിന്ന് നോക്കിയിട്ട് നല്ല കിടുക്കനായിട്ടായിട്ടുണ്ട്. ടീച്ചക്കിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പോയി പേയ്മെൻറ്റ് ചെയ്യാം. ട്രക്ക് എങ്ങനെയുണ്ട് ബ്രോ? പൊളിയായോ? തിളങ്ങുവാണോ? കണ്ണോടെ പോകാൻ പറ്റില്ല. അപ്പം നമ്മൾ നമ്മുടെ ടീച്ചക്കിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അവർ ആ ടീച്ചക്കിൻ്റെ കമ്പനീനെ വിളിച്ചിട്ട് കൺഫർമേഷൻ നമ്പർ എടുക്കുമല്ലോ. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പുറകിലിരിക്കുന്ന ക്യാഷ്യർ അവരെ വിളിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ബേസിക്കലി വേറൊന്നുമല്ല, നമ്മൾ കൊടുത്ത നമ്പർ ഫേക്ക് നമ്പർ അല്ലല്ലോ, അല്ലെ അത് കറക്റ്റ് ഇന്ന എമൗണ്ടിൻ്റെ തന്നെ അല്ലേ എന്നുള്ളതൊക്കെ ടീച്ചക്കിൻ്റെ കമ്പനി വിളിച്ചിട്ട് ചോദിക്കുന്നു. എന്തായാലും പേയ്മെൻറ്റും പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി. ആ നമ്പർ അയച്ചു കൊടുത്ത് കൺഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ടേ ഒത്തിരി സമയം എടുത്തു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നേരെ ഓപ്പോസിറ്റ് തേണ്ട ഒരു ഫ്ലൈങ് ജെറ്റ് ട്രക്ക് സ്റ്റോപ്പ് ഉണ്ടേ. അപ്പോൾ നമ്മുടെ അർജുൻ ഭായ് വണ്ടി എടുത്തുകൊണ്ട് അവിടെ പോയി പാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയിട്ട് നമ്മുടെ വണ്ടിയുടെ ക്ലെൻലിനെസ്സും എത്രമാത്രം ക്ലീൻ ആയി എന്നുള്ളതൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ട്രക്ക് താണ്ട് ഇവിടെ കിടപ്പുണ്ട്. നല്ല കുട്ടപ്പനായിട്ട് കിടപ്പുണ്ട്. നല്ല അടിപൊളിയായി ക്ലീനായി. തിളങ്ങുവാണല്ലോ. ഒറ്റക്കിട്ടല്ലേ? ഒരു വേഴാമ്പലിനെ പോലെ കുറെ ഞാൻ കാത്തു നിന്നു നിങ്ങളെ. എന്നാ റിസർവേഷൻ ഇടാൻ പാടില്ലായിരുന്നു. എന്നിട്ട് നമ്മൾ വന്നിട്ട് സ്പോട്ട് പോയി പോയാലോ എങ്ങാനും രാത്രി കിടക്കേണ്ടി വന്നാലും വണ്ടി എങ്ങനെ ഇടും? വേണ്ട തിളങ്ങും അങ്ങോട്ട് കണ്ണാടി പോലെ. നോക്കിക്കേ. ആ അപ്പുറം അത് ഭയങ്കര പാടാന്നേ. ആ കിടന്ന് ബുദ്ധിമുട്ടാ. ഈവൻ നമ്മുടെ ട്രെയിലർ ആണെങ്കിലും നല്ല പുത്തം പോലെ കിടന്ന് തിളങ്ങുന്നുണ്ട് കേട്ടോ. ഒന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അതിൻ്റെ റിമ്മൊക്കെ ആണെങ്കിലും അതിൻ്റെ കളറെല്ലാം പുറത്തു വന്ന് അടിപൊളിയായി. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടെ നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന വിശേഷങ്ങൾ. ഇനിയും ഇതുപോലത്തെ ട്രക്ക് റിലേറ്റഡ്, ട്രാവൽ റിലേറ്റഡ് വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നോടം വരെ എല്ലാവർക്കും ബൈ.